അവൻ മാറിപ്പോയി. അവൻ ഭയങ്കര ടോക്സിക് ആയതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ബ്രേക്കപ്പ് എങ്ങാനും വന്നു കഴിഞ്ഞാല് ആകെ ഒരു ഉത്തരം ഉണ്ടാവുള്ളൂ, ആ വില്ലൻ ആൺകുട്ടി തന്നെയാണ്. അവൻ പോയി കഴിഞ്ഞാൽ അവന്റെ തെറ്റ്. അവളാണ് പോകുന്നെങ്കിലോ, ഇറ്റ്സ് ബിക്കോസ് ഓഫ് സെൽഫ് റെസ്പെക്ട്. വൈ ദിസ് ഡിഫറൻസ്? വൈ ഡു മെൻ ബ്രേക്കപ്പ്? വൈ മെൻ ജഡ്ജ് സഡൻലി ഫ്രം എ റിലേഷൻഷിപ്പ്? ഇതിനൊക്കെയുള്ള ഒരു ആൻസർ ആണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. നമുക്ക് ഒരു യങ് കപ്പിളിന്റെ ഒരു ബ്രേക്കപ്പ് സ്റ്റോറി കേൾക്കാം. അതില് അവരെല്ലാ ദിവസവും ചാറ്റ് ചെയ്യുന്നവരായിരുന്നു. അവര് എല്ലാ ദിവസവും കോൾ ചെയ്യുന്നതാണ്. പല പല പ്ലാനിങ്സ് അവർ തമ്മിലുണ്ടായിരുന്നു. പക്ഷെ ഏതോ ഒരു റാൻഡം ഡേ അവർ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തു വന്നു. ആ ഫൈറ്റിലൂടെ അവള് അവനെ ബ്ലെയിം ചെയ്യാണ്. നീ ഒട്ടും സ്ട്രോങ് അല്ല, നീ ഒട്ടും സീരിയസ് അല്ല, മെച്ചുവേർഡ് അല്ല, ഇതെല്ലാം നീ കാരണമാണ് ഉണ്ടായത് എന്നുള്ള രീതിയിൽ അവരെ ബ്ലെയിം ചെയ്യാം. അവൻ അവന്റെ സൈഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചു. പക്ഷെ അവൾ ഒരുപാട് തവണ ഇന്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ സ്ലോലി അത് സ്റ്റോപ്പ് ചെയ്തു. അവൻ പിന്നീട് ആർഗ്യൂ ചെയ്തിട്ടില്ല, ഷൗട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അവൾ പറഞ്ഞു, നീ മാറിപ്പോയി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, വൈ മെൻ ഡു ലൈക്ക് ദിസ്? അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ സഡൻ ആയിട്ട് റിയാക്ഷൻസ് എടുക്കുന്നത്? അവരുടെ സൈഡിൽ ബ്രേക്കപ്പുകൾ ഉണ്ടാവാനുള്ള റീസൺ ആണ്. വളരെ സഡൻ ആയിട്ട് തോന്നുമെങ്കിലും സൈക്കോളജിക്കലി ഇത് പറയുമ്പോൾ അതൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു സൈലൻസ് ആണ്. അതിൽ ഫസ്റ്റ് ഇമോഷണൽ ഇൻവാലിഡേഷൻ ആണ്. ഇവിടെ അവൻ ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവനെ വീണ്ടും ബ്ലെയിം ചെയ്യുന്ന സമയത്ത്, നീ ഒട്ടും സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്, നീ വെറുതെ ഡ്രാമ കളിക്കുകയാണ്, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും? ഇവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമോഷണൽ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത് പതുക്കെ പതുക്കെ കുറയും. അതിനെയാണ് ഇമോഷണൽ ഇൻവാലിഡേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മെൻ ആർ സോഷ്യലി കണ്ടീഷൻഡ് ടു സപ്രസ് ദെയർ ഇമോഷൻസ്. അവരെ ചൈൽഡ്ഹുഡ് മുതലേ കരയാൻ പാടില്ല, ആൺകുട്ടികൾ കരയാൻ പാടില്ല, നീ അപ്പോൾ ഒട്ടും സ്ട്രോങ് ആവില്ല. ചെറുതിലേ മുതൽ ഇത് കേട്ട് വളരുന്ന ആൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ആണെങ്കിൽ ഒരിക്കലും റിപ്പീറ്റഡ്ലി ഫൈറ്റ് ചെയ്യാറില്ല. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അവർ കൂടുതലും ഇമോഷണലി അവര് ഡിസ്കണക്റ്റഡ് ആയി പോവുക എന്നുള്ളതാണ്. എന്ത് മനസ്സിലാക്കാം, എല്ലാ സ്റ്റോറിക്കും രണ്ട് വശങ്ങളുണ്ട് അല്ലെ. നമ്മൾ അതിലെ ഒരു സൈഡ് മാത്രമേ കാണുന്നുള്ളൂ അല്ലെങ്കിൽ കേൾക്കുന്നുള്ളൂ. ബ്രേക്കപ്പ് ഒരിക്കലും ലൗഡല്ല, അത് ക്വയറ്റ്ലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്.